കെ മുരളീധരൻ എന്ന് കേൾക്കുമ്പോൾ നാം കരുതും ആ കെ പറയുന്നത് കരുണാകരൻ മുരളീധരൻ എന്നാണെന്ന്. പക്ഷേ അല്ല, കണ്ണോത്ത് മുരളീധരൻ എന്നാണ് മുഴുവൻ പേര്. വയസ്സ് 67. ജനനം മെയ് 14, 1957. എന്തായാലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അത്ര വരില്ല ആ പ്രായം. പക്ഷെ മൂപ്പൊരൽപ്പം അടുത്തിടെ കൂടുതലാണ്. എന്തും പറയുന്ന ഒരാളാണ് രാഷ്ട്രീയ പ്രവർത്തകനെന്ന് ആരോ ധരിപ്പിച്ചു കൊടുത്തതുപോലെ. സന്താനോൽപാദന ശേഷിയില്ലാത്ത ആളെപ്പോലെയാണ് പിണറായിയുടെ അവകാശവാദമെന്ന് കെ മുരളീധരൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആർക്കെങ്കിലും അതിനെ പിന്തുണയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തിരുത്തി തരണം. KPCC സംവിധാൻ ബച്ചാവോ എന്ന സമ്മേളനത്തിലായിരുന്ന പരാമർശം. അതുകൊണ്ടാണ് തടി കേടായില്ല, കുറച്ച് കയ്യടി കിട്ടുകയും ചെയ്തു. കാരണം നേരും നെറിയും കുടുംബവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കാത്ത വാക്കുകളാണല്ലോ കെ മുരളീധരൻ്റെ നാവിൽ നിന്നും മുത്തുമണികൾ പോലെ താഴെ വീണത്. അത് ഓടി വന്ന് പറക്കിയെടുത്ത് ഉയർത്തിക്കെട്ടാനുമുണ്ട് ചില കോൺഗ്രസ് ചിങ്കടികൾ. താങ്കൾ പാർലമെൻറ്റ് അംഗമായിരുന്നു, നിയമസഭ അംഗമായിരുന്നു, KPCCയുടെ അധ്യക്ഷനുമായിരുന്നു. കേരളമെന്നും ലീഡർ എന്ന് വിളിച്ചാദരിക്കുന്ന കെ കരുണാകരൻ എന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പക്വതയെങ്കിലും താങ്കൾ കാണിക്കണമായിരുന്നു. ആ അച്ഛൻ്റെ മകനെന്ന ഒരു വിവേകമെങ്കിലും താങ്കളുടെ വാക്കുകളിൽ ഉണ്ടാകണമായിരുന്നു. താങ്കൾ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം വരെ ഓടിയെത്തിയതല്ലേ? എന്തിനു പറയുന്നു താങ്കളുടെ മൂത്ത സഹോദരി പത്മജ വേണുഗോപാൽ ഇപ്പോൾ കമ എന്നൊരക്ഷരം കേരള പൊളിറ്റിക്സിൽ മിണ്ടാറില്ല. അതിന് കാരണം എന്തെന്ന് ആരെങ്കിലും വിട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. വിഴിഞ്ഞത്തിൽ എന്തിൻ്റെ ചെരുക്കാണ് ഇപ്പോൾ കെ മുരളീധരൻ പിണറായി വിജയൻ്റെ നേരെ കാട്ടിയത്? മുരളീധരൻ പിണറായിയുടെ സ്വകാര്യതയിൽ ഇടപെട്ട് സംസാരിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് വീണ്ടും പറയുന്നു. പണ്ടെങ്ങാണ്ടോ ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തണിവ് മാത്രമേ ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളതുപോലെ കെ മുരളീധരൻ ഉള്ളൂ എന്നത് മറക്കരുത്. വിഴിഞ്ഞത്തിൽ മുരളീധരൻ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് UDFൻ്റെ കുട്ടികളുടെ അവകാശമായിട്ടെടുക്കാൻ LDF ശ്രമിക്കുന്നു. ഒരു നാണവുമില്ലാതെ UDF പദ്ധതികളുടെ പിതൃത്വം പിണറായി ഏറ്റെടുക്കുന്നു. അല്പം കടുപ്പിച്ച് പറഞ്ഞത് സന്താനോൽപാദന ശേഷിയില്ലാത്ത ആൾ അയൽ വീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായിയുടെ അവകാശവാദമെന്ന്. എന്തായാലും കെ മുരളീധരൻ എന്ന ഇതുവരെ കോൺഗ്രസ്സുകാരെങ്കിലും ഒരല്പം ബഹുമാനത്തോടെ വിളിച്ചു വന്ന ആ രാഷ്ട്രീയ നേതാവിൽ നിന്നും ഈയൊരു പദപ്രയോഗം ഒട്ടും കേരളം പ്രതീക്ഷിച്ചില്ല എന്ന് തുറന്നു പറയുന്നു. വടക്കാഞ്ചേരി താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? താങ്കളെ കേരള രാഷ്ട്രീയത്തിലേക്ക് എടുത്തിരുത്തിയതും അതേ വടക്കാഞ്ചേരി തന്നെയാണ്. ഒരു നാണംകെട്ട എടുത്തിരുത്തൽ ചരിത്രം. എന്താണത്? താങ്കളാണ് കേരളത്തിലെ ഏക മന്ത്രി ഒരിക്കലും നിയമസഭ അംഗമല്ലാതെ രാജിവെച്ച് നാണംകെട്ട് ഒഴിയേണ്ടി വന്നതെന്നുകൂടി ചരിത്രത്തിലുണ്ട്. എനിക്ക് മന്ത്രിയാകണമെന്ന് പറഞ്ഞു. സമ്മർദ്ദ തന്ത്രങ്ങളിൽപ്പെട്ട് ഒളിയായിരുന്ന UDF താങ്കളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കി ഇരുത്തി. ഇനി വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണം. ജയിച്ചില്ല, താങ്കൾ തോറ്റു. ഇനി വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് എത്തണം. താങ്കൾ മത്സരിച്ച് 8 നിലയിൽ പൊട്ടി. അങ്ങനെ നിയമസഭയിൽ കയറാനകത്ത് കേരള മന്ത്രിയായി കെ മുരളീധരൻ. അങ്ങനെ വീണ്ടും നാണം കെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നിട്ടും ഇതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ 2011 മുരളീധരനെ പിടിച്ച് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കി. കേരളത്തിൽ അന്ന് മാറി വീശിയ രാഷ്ട്രീയ കാറ്റിൽ മുരളീധരൻ ജയിച്ചു. തൊട്ടു പിന്നാലെ 2016 വട്ടിയൂർക്കാവിൽ നിന്ന് വീണ്ടും നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മുരളീധരൻ തോൽപ്പിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനെ തന്നെയായിരുന്നു. അവിടെ നിന്നും 2019 നേരെ വടകര വഴി ലോക്സഭയിലേക്ക്. ഇത്തവണ പാർട്ടി പിടിച്ച് തൃശ്ശൂരിൽ മത്സരിക്കാൻ നിർത്തി. 8 നിലയിൽ വീണ്ടും പൊട്ടി. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്ത കെ മുരളീധരൻ ഇപ്പോൾ ഗതി കിട്ടാതെ അലയുകയാണ്. വട്ടിയൂർക്കാവിൽ ഇനിയും മത്സരിക്കാൻ മോഹമുണ്ട്, ഒരു 3ാം തവണ. ആ കടുത്ത മോഹഭംഗമാണിപ്പോൾ മുരളീധരനെ കൊണ്ട് ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ ഇത്തരം വാക്കുകൾ പറയിപ്പിക്കുന്നത് എന്ന് വ്യക്തം. പക്ഷേ മുരളീധരൻ ഓർക്കേണ്ടത് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് വേറെ ആളായി കഴിഞ്ഞു. ഒരു ഗതിയുമില്ലാതെ വരുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു പാർലമെൻറ്റേറിയന്, അത് മികച്ച പാർലമെൻറ്റേറിയനായാലും എത്ര മോശപ്പെട്ട പാർലമെൻറ്റേറിയനായാലും പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും ഒക്കെ വാതിൽ കടന്ന് അകത്ത് കയറി ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ല എന്ന് ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് കാത്തിരുന്നറിയേണ്ടത്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.